കുട്ടികൾ മാതാപിതാക്കളോട് നടുവേദന ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ ടീച്ചേഴ്സിനോടാണെങ്കിൽ പോലും അത് നിനക്ക് സ്കൂളിൽ പോകാൻ മടിയായിട്ട് അല്ലെങ്കിൽ നിനക്കൊരു കാര്യം ചെയ്യാൻ മടിയായിട്ടാണെന്ന് പറയാറുണ്ട്. ശരിക്കും കുട്ടികൾക്ക് നടുവേദന ഉണ്ടാവാറുണ്ടോ? കുട്ടികൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യും അവർ നടുവേദന. അപ്പൊ ആദ്യം അവർ നടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യുക തന്നെ വേണം. ആദ്യം ഒരു പ്രാവശ്യം നടുവേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക. നമ്മൾ അതിനെ ആദ്യം തന്നെ ജഡ്ജ് ചെയ്യരുത്. ജഡ്ജ് ചെയ്യണം, നമ്മൾ ആദ്യം ചോദിക്കുക എവിടെയാ വേദന. അപ്പൊ അവർ വേദന പറയുന്ന ഏരിയയിൽ നമുക്ക് പ്രശ്നം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിക്കുക. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുക. 2 പ്രാവശ്യം നടുവേദന വന്ന് പിന്നെ അത് നമുക്ക് ലീവ് എടുക്കാനുള്ള ഒരു അവസരം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെയും അത് പറയുമായിരിക്കും. അത് കുഞ്ഞുങ്ങളുടെ ഒരു നേച്ചറാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് കുട്ടികൾ നടുവേദനയോ കഴുത്തുവേദനയോ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 8 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ നടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് ഇങ്ങനെ വരുന്നത്? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ കുറച്ച് കാലങ്ങളായിട്ട് ഹെവി ആയിട്ടുള്ള സ്കൂൾ ബാഗ്സ് ആണ് എല്ലാവർക്കും ഉള്ളത്. അതൊരു കാര്യമാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി പണ്ടത്തെക്കാട്ടിലും കുറവാണ്, ലിമിറ്റഡ് ആണ്. എല്ലാ കുട്ടികളും പണ്ടത്തെ പോലെ കളിക്കുന്നില്ല, പുറത്തു പോയി കളിക്കുന്നില്ല. അതേപോലെ തന്നെ എല്ലാവരും ഇരുന്നിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും കമിഴ്ന്ന് കിടന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രവണതയാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ധാരാളം ഭക്ഷണം കിട്ടുന്നുണ്ട്, ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ കാര്യമാണ്. നമ്മൾ വയറ് നിറയാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബർഗർ കഴിക്കുന്നുണ്ട്, ചിപ്സ് കഴിക്കുന്നുണ്ട്, ഇഡ്ഡലി കഴിക്കുന്നുണ്ട്, ദോശ കഴിക്കുന്നുണ്ട്, ബിരിയാണി കഴിക്കുന്നുണ്ട്. ന്യൂട്രീഷൻ എത്ര കിട്ടുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ് ആണ് മുഴുവൻ കയറുന്നത്, പ്രോട്ടീൻ എവിടെ കയറുന്നു, മസിൽ ഡെവലപ്മെന്റ് വരുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴേ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനെ പറ്റി നമുക്ക് കുറച്ചും കൂടി ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.